ദിവസമാണ് കാവ്യമാധവന്റെ അച്ഛൻ പി മാധവൻ അപ്രതീക്ഷിതമായി വിടവാങ്ങിയത്. അച്ഛന്റെ വിയോഗത്തിൽ നിന്ന് ഇതുവരെയും കാവ്യയും അമ്മ ശ്യാമളയും മുക്തരായിട്ടില്ല. ചെന്നൈയിൽ നിന്ന് അച്ഛന്റെ മൃതദേഹം കൊച്ചിയിലെ വീട്ടിലെത്തുകയും സംസ്കാര ചടങ്ങുകൾ കഴിയുകയും ചെയ്തു. സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ചടങ്ങുകളെല്ലാം വളരെ സ്വകാര്യമായിട്ടാണ് നടത്തിയത്. കർമ്മികൾ നേരെ വീട്ടിലേക്ക് എത്തി തുടർന്ന് കർമ്മങ്ങളെല്ലാം നടത്തിയത് വീടിന് അകത്ത് വെച്ചായിരുന്നു. കാവ്യയുടെ സഹോദരൻ മിഥുനെയും പുറത്ത് കണ്ടില്ല. കുടുംബാംഗങ്ങൾ എല്ലാവരും വീടിനകത്ത് വെച്ച് തന്നെയാണ് ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന് ഇടപ്പള്ളി പൊതുശ്മശാനത്തിലേക്ക് പോയത് ദിലീപും മിഥുനും മാത്രമാണ്. അവിടെയും വലിയ ചടങ്ങുകളൊന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. പോയി 10 മിനിറ്റിനുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി ദിലീപും മിഥുനും തിരിച്ചെത്തുകയും ചെയ്തു. വളരെ ശാന്തമായും വ്യക്തിപരമായും കുടുംബാന്തരീക്ഷത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. അടുത്ത ആളുകളെ അല്ലാതെ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. അവരെല്ലാം പോയതിനു ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ദിലീപിന്റെയും മിഥുൻ ഭാര്യയുടെയും വീട്ടുകാരും ശ്യാമളയുടെ വീട്ടുകാരും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് കാവ്യയുടെ അച്ഛൻ മരണപ്പെടുന്നത്. എന്നാൽ ഇത് ആദ്യമായിട്ടല്ല അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിക്കുന്നത്. അന്നൊക്കെയും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ സാധിച്ചതുകൊണ്ട് ജീവൻ രക്ഷിക്കാനായി. എന്നാൽ ഇത്തവണ ഹോസ്പിറ്റലിൽ എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.